പൗരത്വ നിയമപ്രകാരം രാജ്യത്ത് ആദ്യമായി പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കിയെന്ന് ചുരുക്കം. 14 പേർക്കാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത്. എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കേന്ദ്ര സർക്കാർ CAA നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് ഡൽഹിയിലെ ചില അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. ഇനി പ്രസ്താവനയിൽ പറയുന്നത് എന്തെന്ന് നോക്കാം. 2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ആദ്യ സെറ്റ് പൗരത്വ സർട്ടിഫിക്കറ്റുകളാണ് പുറത്തിറക്കിയത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല ന്യൂഡൽഹിയിൽ ചില അപേക്ഷകർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. ആഭ്യന്തര സെക്രട്ടറി അപേക്ഷകരെ അഭിനന്ദിക്കുകയും ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. IB ഡയറക്ടർ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും സെഷനിൽ പങ്കെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അർഹരായ അപേക്ഷകർക്ക് പൗരത്വം നൽകുമെന്ന് BJP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. ഇന്ത്യൻ പൗരത്വത്തിന് അർഹരായ ആളുകളുടെ അപേക്ഷകൾ സ്വീകരിക്കാൻ CAA നിയമം ജില്ലാതല കമ്മിറ്റിയെ അധികാരപ്പെടുത്തുന്നുണ്ട്. പൗരത്വം നൽകുന്നതിന് മുന്നോടിയായി അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റിയെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം തന്നെ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ടവരിൽ നിന്ന് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് 2014 ഡിസംബർ 13 ഇന്ത്യയിൽ പ്രവേശിച്ചവരിൽ നിന്ന് അധികൃതർ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരെയും ശ്രീലങ്കൻ അഭയാർത്ഥികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അർഹരായ അപേക്ഷകർക്ക് പൗരത്വം നൽകുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം CAAക്കെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനെ ചോദ്യം ചെയ്യുന്ന 200-ലധികം ഹർജികൾ സുപ്രീം കോടതിയിൽ മാർച്ചിൽ എത്തിയിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ഇറക്കിയ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. മുസ്ലിം ലീഗ്, CPM, CPI, DYFI, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വിവിധ മുസ്ലിം സംഘടനകൾ എന്നിവരടക്കം നൽകിയ ഹർജികൾ ഇതിൽ ഉൾപ്പെടും. പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തതാണ് അന്ന് ഹർജിക്കാർ വാദിച്ചത്. വിവാദ നിയമത്തിനെതിരെ 2019 ആദ്യമായി സുപ്രീം കോടതിയിലെത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ ചട്ടങ്ങൾക്കെതിരെ സമർപ്പിച്ച പുതിയ അപേക്ഷകൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. മതപരമായ വേർതിരിവ് ന്യായമായ വ്യത്യാസങ്ങളില്ലാത്തതും ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള അവകാശത്തെ ലംഘിക്കുന്നതുമാണെന്നും വാദമുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പൗരത്വത്തിന് അപേക്ഷിക്കുമെന്ന് കരുതുന്നത് അസമിലാണ്. 6 ലക്ഷം പേർ അപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.